നമസ്കാരം. മീഡിയ4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റ്, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു രക്തദാന ക്യാമ്പ്. പാറളം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ കൂട്ടായ്മ റോഡ് നാടിന് സമർപ്പിച്ചു. 4 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം. കോടന്നൂർ അമ്പാടി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നാടൻ കളികളും കലാപരിപാടികളും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റ്, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു രക്തദാന ക്യാമ്പ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് ഒരുക്കിയത്. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് രക്തദാനം നടത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS അലക്സി, NSS പ്രോഗ്രാം ഓഫീസർ VG അനിത, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ M ജയശ്രീ, സ്കൂൾ ചെയർമാൻ KM ആഗ്നേയൻ, NSS ലീഡർ അർജുൻ കൃഷ്ണ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 50 പേരാണ് ക്യാമ്പിൽ രക്തദാനം നടത്തിയത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് NSS യൂണിറ്റ് രക്തദാന ക്യാമ്പ് നടത്തുകയാണ്. എല്ലാ കുട്ടികളും ഓരോ ഡോണറെ കൊണ്ടുവന്ന് ഈ പരിപാടിയോട് ഏറ്റവും നന്നായി സഹകരിക്കുന്നുണ്ട്. സ്കൂളിലെ അധ്യാപകർ, PTA, അതുപോലെ SMC എല്ലാവരും ഈ ഒരു സംഭവവുമായി സഹകരിച്ചുകൊണ്ട് രക്തദാനത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. രക്തദാനം ജീവദാനം എന്നുള്ള ഒരു മോട്ടോ ലക്ഷ്യമിട്ടുകൊണ്ട് NSS യൂണിറ്റുകാരെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടക്കാനായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടെ നടന്നു പോകുന്നു. PSും വളരെയധികം കോപ്പറേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും ആളുകളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്. 1-2 ആഴ്ചകളിലത്തെ ഇവരുടെ പ്രവർത്തനമാണ് നമ്മളുടെ ഈ ഒരു ക്യാമ്പ് ഭംഗിയായിട്ട് പോകാൻ സാധിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ കൂട്ടായ്മ റോഡ് നാടിന് സമർപ്പിച്ചു. 4 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം. നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ് കൂട്ടായ്മ റോഡിന്റെ പൂർത്തീകരണത്തിലൂടെ സാധ്യമാക്കിയത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കൂട്ടായ്മ റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷനായി. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ആശ മാത്യു, NREG അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഷ്മ റോജൻ പെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. കോടന്നൂർ അമ്പാടി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നാടൻ കളികളും കലാപരിപാടികളും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. പാറളം ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ ജൂബി മാത്യു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് P ഷാജു അധ്യക്ഷനായി. മുതിർന്ന വനിതകളായ ലീല ഗോവിന്ദൻ, മാലതി ധർമ്മപാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ജയലക്ഷ്മി, രക്ഷാധികാരികളായ സോമൻ മേച്ചേരി, TS രമേശ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജീവ് കണ്ണെടുത്ത്, സുജിത്ത്, അസോസിയേഷൻ സെക്രട്ടറി ബാലമുരളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടൻ കളികളും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശാസ്താവിന് കരിക്കഭിഷേകവും ചുറ്റുവിളക്കും സമർപ്പിച്ചായിരുന്നു നവരാത്രി ആഘോഷത്തിന് തുടക്കമിട്ടത്. രാവിലെ 4 മണിക്ക് ശാസ്താവിന് 108 കരിക്കഭിഷേകവും തുടർന്ന് ചുറ്റുവിളക്കും സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ഭദ്രദീപം തെളിയിച്ച നവരാത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പെരുവനം കുട്ടന്മാരാർ കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, പെരുവനം സതീശന്മാരാർ, ആറാട്ടുപുര ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത്, സെക്രട്ടറി P മനോജ്, വൈസ് പ്രസിഡന്റ് K മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി K സജീവ്, ഓഡിറ്റർ ദിലീപ് കുമാർ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈകിട്ട് 6:30 കലാമണ്ഡലം രാമചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്തും രാത്രി 8:30 തൃശൂർ സദ്ഗമ്മ അവതരിപ്പിച്ച സൈറൻ എന്ന നാടകവും അരങ്ങേറി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ലഹരിമുക്ത ഭാരത അഭിയാൻ എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ളതാണ് ബോധവൽക്കരണം. കേന്ദ്ര സർക്കാർ
സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മയക്കുമരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ബോധവൽക്കരണം നൽകുക, ഇതിലൂടെ സ്വയം ക്രമശീലത്തിൽ നന്മയുടെ മൂല്യങ്ങളിൽ ജീവിതശൈലി പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ലഹരിമുക്ത പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലി. സ്കൂൾ മാനേജർ സി രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ബഹളമുണ്ടാക്കിയും കരിയോയിൽ ഒഴിച്ചുമല്ല കുട്ടികൾ വളരേണ്ടതെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവരാത്രി ആഘോഷങ്ങൾ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും പുതുതുടക്കമേകാൻ കഴിയട്ടെയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആശംസിച്ചു. പുതുതലമുറയ്ക്ക് മാതൃകയാകാൻ കഴിയും വിധം ഗുരുക്കന്മാരും മാതാപിതാക്കളും മാറണം. കുട്ടികൾ മാതൃകയാക്കേണ്ടത് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയുമാണ്. അതിനുള്ള ആർജവവും ഗുണവും മുതിർന്നവരിൽ നിന്നുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാലൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസം, കലാകായികം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. എൻഡോമെന്റ് അവാർഡും ഫലകവും ദേവസ്വം സ്റ്റാഫ് ശ്രീകുമാർ S മേനോൻ വിതരണം ചെയ്തു. മികച്ച ക്ഷേത്രം അവതാരിക രഞ്ജിനി വിനോദ്, അധ്യാപക അവാർഡ് ജേതാവ് M സുധീർ, P വരുൺ മേനോൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി G രാജേഷ്, വൈസ് പ്രസിഡന്റ് E വേണുഗോപാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി K സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വയോജനക്ഷേമം ഉറപ്പാക്കുന്ന തിരികെ എന്ന പദ്ധതിക്ക് ഔദ്യോഗിക തുടക്കം. ജില്ലയിലെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരെ ചേർത്താണ് പദ്ധതി നടപ്പിലാക്കുക. വിദ്യാർത്ഥികളിലെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെയാണ് വയോജനക്ഷേമം ലക്ഷ്യം കണ്ടെത്തുക. രാമവർമ്മപുരം ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോമിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ലോഗോ പ്രകാശനം സബ് കളക്ടർ അഖിൽ വി മേനോൻ നിർവഹിച്ചു. ഓൾഡ് ഏജ് ഹോം സൂപ്രണ്ട് ജയകുമാർ, വിമല കോളേജിലെ അധ്യാപികമാരായ ഡോക്ടർ PS സ്മിത, സിസ്റ്റർ ആൻ മരിയ ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളുടെ നാടകവുമുണ്ടായി. തൃശൂർ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ ജില്ലയിലെ സ്കൂൾ, കോളേജ്, NSS യൂണിറ്റുകളുമായി 116 ഓൾഡ് ഏജ് ഹോമുകളെ ചേർത്താണ് തിരികെ പദ്ധതി നടപ്പാക്കുക. വയോജനങ്ങളുമായി വിദ്യാർത്ഥികൾ സംവദിക്കുന്ന സമയം ക്രെഡിറ്റ് പോയിന്റായി നിക്ഷേപിച്ച് അവരുടെ പരിചരണത്തിനായി ഉപയോഗപ്പെടുത്തുന്നതാണ് തിരികെ എന്ന പദ്ധതി. ചിറക്കൽ കുറുമ്പിലാവ് ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ സമർപ്പണം നടന്നു. MLAയുടെ 1 കോടി രൂപയുടെ ആസ്തി വികസന ഫണ്ട് ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. CC മുകുന്ദൻ MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വാർഡ് മെമ്പർ PK ഇബ്രാഹിം, PTA പ്രസിഡന്റ് AC സുജിത്ത്, പ്രധാനാധ്യാപിക NH ജായിസ എന്നിവർ സംസാരിച്ചു. RCCയുടെ പ്രശസ്തമായ ഘടനയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ ടോയ്ലറ്റോടുകൂടിയ ക്ലാസ് മുറി, കോണിപ്പടിമുറി, വരാന്ത, റാമ്പ് എന്നിവയാണ് കെട്ടിടത്തിലുള്ളത്. തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു പദ്ധതി നിർവഹണം. വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ചന്ദ്രാപിന്നിയിൽ നൈറ്റ് മാർച്ച് നടന്നു. ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നൈറ്റ് മാർച്ച്. ചന്ദ്രാപിന്നി സെന്ററിൽ നിന്നാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പേരാണ് നൈറ്റ് മാർച്ചിൽ അണിനിരന്നത്. നൈറ്റ് മാർച്ച് പിന്നീട് കാളമുറിയിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, കയ്പമംഗലം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി, TK ചന്ദ്രബാബു, ജനാധിപത്യ സംരക്ഷണ വേദി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, കൺവീനർ CJ പോൾസൺ, ട്രഷറർ CB അബ്ദുസമദ്, കോർഡിനേറ്റർ KK സക്കറിയ, വർക്കിംഗ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, വർക്കിംഗ് സെക്രട്ടറി PM ഉസ്മാൻ, മറ്റു ഭാരവാഹികളായ PM സൈനുൽ ആബ്ദീൻ, KA ബഷീർ, PM അബ്ദുറഹിമാൻ കുട്ടി, VM നസീർ, KA അമീർ, PK നജ്മുദ്ദീൻ, TK ഉബൈദ, TH അബ്ദുറഹീം എന്നിവർ നേതൃത്വം നൽകി. മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഷഹീൻ ബാഗിലൂടെ പ്രതിഷേധമുയർത്തിയപ്പോൾ കേരളക്കരയ്ക്ക് തന്നെ മാതൃകയായി നമ്മുടെ നാട് വന്നപ്പോൾ ഈ വിഷയത്തിലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടിലും നമ്മളിതാ നമ്മുടെ നാട് തന്നെ കേരളത്തിൽ ആദ്യമായി മാതൃക സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കയ്പമംഗലമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, മതേതരത്വ വിശ്വാസികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ പ്രതിഷേധങ്ങളുടെ തുടക്കമാണ് ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഇനിയും നമുക്ക് ഈ പ്രതിഷേധമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ഒരുപാട് പരിപാടികൾ നമ്മുടെ നാട്ടിൽ വിവിധ പ്രദേശങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇനിയും നമ്മുടെ പ്രതിഷേധങ്ങൾ നടക്കാനിരിക്കുകയാണ്. പെരിഞ്ഞനം RM VHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു.
ഗോൾഡൻ ഏജ് ഓഫ് RMVHSന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. സ്കൂളിലെ 1990, 91, 92 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഗോൾഡൻ ഏജ് ഓഫ് RMVHS. പൂർവ്വ അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ TK ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് അംഗം അബ്ദുൽ ഷാഹിർ അധ്യക്ഷനായി. മുൻ അധ്യാപിക ഗീതയുടെ അകാല മരണം സംഘടന അനുശോചനം രേഖപ്പെടുത്തി. പ്രധാന അധ്യാപിക B. ബീബ, വിരമിച്ച അധ്യാപകരായ അശോകൻ, രാമനാഥൻ, സുജാത, രമ, ലൈല, ഗ്രൂപ്പ് അംഗങ്ങളായ നൂറുദ്ദീൻ, MU, നൌഷാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗെയിം ഷോകളും അരങ്ങേറി. മതിലകം ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമായിരുന്നു ടാങ്ക് വിതരണം. ഇതിനായി 50,000 രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയത്. പദ്ധതിയിലേക്ക് അർഹരായ ഗുണഭോക്താക്കളെയും തെരഞ്ഞെടുത്തിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായി. മറ്റ് ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ, ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വർഷവും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കി പോകാറുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള മറ്റെല്ലാ പദ്ധതികളും SC വിഭാഗങ്ങളെ അവരെ ഉയരത്തിലേക്ക് അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലേറ്റവും ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ടാങ്ക് വിതരണം. ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,480 രൂപ, പവന് 83,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റ്, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു രക്തദാന ക്യാമ്പ്. പാറളം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ കൂട്ടായ്മ റോഡ് നാടിന് സമർപ്പിച്ചു. 4 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം. കോടന്നൂർ അമ്പാടി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നാടൻ കളികളും കലാപരിപാടികളും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.